വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 രണ്ടാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് 16 മത്സരാർത്ഥികളാണ്. 16 മത്സരാർത്ഥികളും അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ. ബോഡി ബിൽഡറും ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറുമായ ജിൻഡോ ആദ്യ ആഴ്ചയിൽ തനിക്കുണ്ടായിരുന്ന നെഗറ്റീവുകളെയെല്ലാം പോസിറ്റീവാക്കി മാറ്റുന്നതാണ് രണ്ടാം ആഴ്ചയിൽ കണ്ടത്. ആദ്യ നാളുകളിൽ അനാവശ്യ വഴക്കുകളുടെയും മോശം പദപ്രയോഗങ്ങളുടെയും പേരിൽ ജിൻഡോയ്ക്ക് സഹതാരങ്ങളിൽ നിന്നും ബിഗ് ബോസിൽ നിന്നുമെല്ലാം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നപ്പോൾ അതെല്ലാം മാറി മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. തന്നെ മണ്ടനെന്ന് വിളിപ്പിച്ചവരുടെ എല്ലാം വായടപ്പിക്കുന്ന ജിൻഡോയാണ് രണ്ടാമത്തെ ആഴ്ചയിൽ കാണാൻ സാധിച്ചത്. തന്നെ കളിയാക്കിയവരെ കൊണ്ട് തന്നെ ജിൻഡോ തനിക്ക് വേണ്ടി കൈയടിപ്പിച്ചു. മാത്രമല്ല, ജിൻഡോയുടെ ടണൽ ടീം അടുത്ത ആഴ്ചയിൽ പവർ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. പവർ റൂമിലേക്കുള്ള എൻട്രിക്കായുള്ള മത്സരത്തിൽ ജിൻഡോയുടെ കൈക്കരുത്തിന്റെ ബലത്തിലാണ് ടണൽ ടീം വിജയിക്കുന്നത്. ഇതോടെ തനിക്ക് പവർ റൂം അംഗമാകാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞവർക്കെതിരെ ജിൻഡോ മറുപടി നൽകിയിരിക്കുകയാണ്. താൻ മണ്ടനല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ടാസ്കിൽ വിജയിച്ച ശേഷം ജിൻഡോ ചോദിച്ചത് ഈ സീസണിലെ തന്നെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. ടാസ്കിൽ മാത്രമല്ല, രസകരമായ പ്രകടനങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും എല്ലാം ജിൻഡോ ഇപ്പോൾ ബി പ്രേക്ഷകർക്കിടയിൽ തരംഗമാണ്. മോശമായി പെരുമാറിയതിന്റെ പേരിൽ യമുനയോട് മാപ്പ് പറയുക കൂടി ചെയ്തതോടെ ഹൗസിലെ പച്ചയായ മനുഷ്യൻ എന്ന ടാഗും ജിൻഡോയ്ക്ക് ലഭിച്ചു. അതേസമയം ശനിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ താരങ്ങളെ കാണാനെത്തിയിരുന്നു. ജിൻഡോയുടെ കണ്ണാടിക്ക് മുൻപിലുള്ള അഭിനയവും നൃത്ത പരിശീലനവും ഗെയിമിലുണ്ടായ മാറ്റവും ഒക്കെ മോഹൻലാൽ അഭിനന്ദിച്ചു. ഇതിനിടെ ജിൻഡോയോട് നാളെ നൃത്തം പഠിച്ച് അവതരിപ്പിക്കാൻ മോഹൻലാൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ജിൻഡോയുടെ നൃത്ത അധ്യാപികയായി അപ്സരയെയും നിർദ്ദേശിച്ചു. ഇതോടെ ഞായറാഴ്ചത്തെ എപ്പിസോഡിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആരാധകരും. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ട് കഴിഞ്ഞ ദിവസം രാത്രി എപ്പിസോഡ് മൊത്തത്തിൽ തൂത്തുവാരിയിരിക്കുകയാണ് ജിൻഡോയും അപ്സരയും. ഇരുവരുടെയും നൃത്തം അത്ഭുതത്തോടെയാണ് താരങ്ങളും മോഹൻലാലും കണ്ടിരുന്നത്. ഇത് എന്താണ് ഈ കാണുന്നത്? അതിഗംഭീരം. ഞാൻ പെട്ടെന്ന് ദേവലോകത്ത് പോയി നിൽക്കുന്നത് പോലെ തോന്നിയെന്നാണ് ഇരുവരുടെയും പെർഫോമൻസിന് ശേഷം മോഹൻലാൽ പറഞ്ഞത്. മോഹൻലാലിന്റെ ഒരു സിനിമാ ഗാനത്തിനാണ് ഇരുവരും ചുവട് വെച്ചത്. ഇതിനുശേഷം ജിൻഡോയ്ക്ക് നാട്യമയൂരം എന്ന ഒരു അവാർഡും ലഭിച്ചു. ഇപ്പോഴത്തെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. നിരവധി പേരാണ് ഇതിനോടകം തന്നെ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ഈ സീസണിൽ കളങ്കമില്ലാത്ത മനസ്സുകൊണ്ട് ജനഹൃദയം കീഴടക്കുന്നത് നമ്മുടെ സ്വന്തം ജിൻഡോ മച്ചാനാണെന്ന് അഭിപ്രായമുള്ളവർ ലൈക്ക് അടിച്ചു. മണ്ടൻ എന്ന് വിളിച്ചവർക്ക് മുൻപിൽ ജിൻഡോ ഒരു കലാകാരനായി. എന്ത് പാവമാണല്ലേ അപ്സര ചേച്ചിയും ജിൻഡോ ചേട്ടനും. ആദ്യമൊക്കെ വല്ലാത്ത ഒന്നും ഇഷ്ടമായിരുന്നില്ല, ഇപ്പോൾ വല്ലാത്ത ഇഷ്ടമാണ് എന്നിങ്ങനെയാണ് കമന്റുകൾ. എന്തായാലും വരും നാളുകളിൽ ഇതേ ഇഷ്ടം പ്രേക്ഷകർക്കിടയിൽ നിലനിർത്താൻ ജിൻഡോയ്ക്ക് ആകുമോ എന്നാണ് ഇനി കാണേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.